അടിതൊട്ടു മുടിവരെ പരോപകാരജന്യമായ ചേരുവ ചേർന്ന കേരവൃക്ഷം. തെങ്ങോലയും തെങ്ങിൻ പൂക്കുലയും അലങ്കാരമാണെങ്കിൽ ഇളനീരും തേങ്ങയും ഔഷധവീര്യമുള്ള ഭക്ഷ്യവസ്തുവാണ്. മൂപ്പെത്താതെ പാതി പ്രായത്തിലുള്ള ഇളനീരും ചുരണ്ടിക്കഴിക്കുന്ന വന്നങ്ങയും രുചിച്ചനുഭവിച്ചവർക്ക് മറക്കാനാവാത്ത രസക്കൂട്ടാണ്, ഔഷധക്കൂട്ടാണ്, മായം പുരളാത്ത ജീവാമൃതമാണ്. ഇവിടുത്തെ തെങ്ങിൻ തോപ്പുകളുടെ വിസ്തൃതി ഏതാണ്ട് 7,70,000 ഏക്കർ ആണ്. കേരവൃക്ഷ ആശ്രിതരായി ജീവിക്കുന്ന 10,000 ഉണ്ട് എന്നാണ് കണക്ക്. അവയിൽ ഏറെ പ്രാധാന്യം കള്ളുചെത്ത് വ്യവസായം തന്നെ. കേരം തെങ്ങും കേരള നാട്. നമ്മുടെ തെങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ്. പ്രധാനമായും തെങ്ങ് കൃഷി ചെയ്യുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ, വെസ്റ്റ് ഇൻഡീസ്, പശ്ചിമ ആഫ്രിക്ക, അതുപോലെ തന്നെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മധ്യ അമേരിക്ക തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും തെങ്ങ് കൃഷി ചെയ്ത് വരുന്ന രാജ്യങ്ങൾ. നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് തെങ്ങിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. 1935 ബർക്കിൻ എന്നൊരു ശാസ്ത്രജ്ഞൻ ആ ഒരു സമയത്ത് 3 സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഒന്ന്, മധ്യ അമേരിക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യൻ ഓഷ്യൻ വഴി മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. രണ്ടാമത്, മധ്യ അമേരിക്ക വഴി വ്യാപിച്ചു. അതുപോലെ തന്നെ ദക്ഷിണേഷ്യയിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യൻ ഓഷ്യൻ വഴി മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നിങ്ങനെ 3 സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിലൊന്നും തന്നെ ഒരു തീരുമാനത്തിലെത്താൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ക്രിസ്തുവിന് 300 വർഷം മുമ്പേ തന്നെ തെങ്ങ് കൃഷി ചെയ്തിരുന്നതായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും മറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ പ്രചാരത്തിലിരിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യ ഭൂഖണ്ഡങ്ങളിലാണ് തെങ്ങ് ഉത്ഭവിച്ചിരിക്കുന്നതെന്നുള്ളതിനാണ് കൂടുതൽ അംഗീകാരം ഉള്ളത്. അതിൽ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്തു വരുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7 ദശലക്ഷം ഹെക്ടറാണ് നിലവിൽ തെങ്ങ് കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം, കർണാടക, തമിഴ്നാട്, ആസാം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തെങ്ങ് കൃഷി ചെയ്തു വരുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഉൽപാദനക്ഷമത വളരെ കുറവായിട്ടുള്ളതാണ് പൊതുവേ നാം ഇപ്പോൾ കണ്ടുവരുന്നൊരു സ്ഥിതി എന്ന് പറയുന്നത്. പണ്ടൊരു ചൊല്ലുണ്ട്, മുലപ്പാലിനൊക്കും കുലപ്പാലെന്ന്. ഇളം കള്ള് പോഷക സമൃദ്ധമാണ്. കേരളത്തിലെ കള്ളുചെത്ത് വ്യവസായത്തിന്റെ സുവർണ കാലഘട്ടം പതിയെ പാതി വഴിയിലും താഴെ എത്തി നിൽക്കുന്നു. ചെത്തു തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു. ഈ കൊഴിഞ്ഞുപോക്ക് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഉപജീവനത്തിനു വേണ്ടിയുള്ള അതിജീവന വഴിയിലാണ് ഈ തൊഴിൽ മേഖല. തെങ്ങിൻ പൂക്കുലയിൽ നിന്നിറ്റിറ്റു വീഴുന്ന തേനിൽ മാധുര്യമൂറും മധുരപാനീയം നീര്. പ്രകൃതിയിൽ നിന്നും ലഭ്യമായ ഏറെ രുചിയുള്ള മധുരപാനീയം, മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും കലവറയായ കേരളത്തിന്റെ സ്വന്തം നീര് ഇന്ന് വിപണി കീഴടക്കുവാൻ കെൽപ്പുള്ള മറ്റെല്ലാത്തിനേക്കാളും മികച്ച പാനീയം. ഇത് ഒരുപാട് കേരകർഷകർക്ക് പ്രതീക്ഷയുടെ സാധ്യതകളാണ് തുറന്നിടുന്നത്.
മൂപ്പെത്തിയ നാളികേരം പറിച്ചുരിച്ച് വിധിപ്രകാരം വെയിലത്തുണക്കി ചിരട്ട നീക്കി കൊപ്രയാക്കി മരച്ചക്കിലാട്ടി വേർതിരിച്ച പിണ്ണാക്കും എണ്ണയും പോയകാല കേരളത്തിന്റെ വ്യാവസായിക യുഗത്തിന്റെ നേർക്കാഴ്ചയത്രേ. ചക്കും അതിനു ചുറ്റും തിരിയുന്ന കാളക്കുട്ടന്മാരും. കാളകളുടെ കരുത്താർന്ന ചുവടുവെപ്പിൽ പാരമ്പര്യ തനിമയുള്ള ചക്ക് കറങ്ങുമ്പോൾ കിനിയുന്നത് ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ. പുതുതലമുറയ്ക്ക് അന്യമായ ചക്കിലെണ്ണയാട്ടൽ പുതിയ കാലത്തേക്ക് പറിച്ചു നടുകയാണ്. പ്രതിവർഷം ഏകദേശം 2,50,000 ടൺ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേരളം ഇന്ത്യയിലെ വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. സംസ്ഥാനത്ത് പ്രതിവർഷം 1,50,000 ടൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. നാളികേരത്തിന്റെ പുറം തോടിലെ നാരായ ചകരി പാകപ്പെടുത്തിയ ശേഷം കൈകൊണ്ടോ യന്ത്രസഹായത്താലോ പിരിച്ചുണ്ടാക്കുന്ന ഒരു ബലമുള്ള ചരടാണ് കയർ. ചെറിയ കനമുള്ള കയർ മുതൽ വടങ്ങൾ വരെ ഈ നാരുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-11 വർഷമായി. പിന്നെ ഇത് തുടങ്ങിയിട്ടൊരു 80 വർഷത്തോളമായി. ആദ്യം ഇവിടെ ചകിരി അടിക്കുന്നത് ഉണ്ടായിരുന്നു. ചകിരി അടിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കയറ് വിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ 10-21 ആളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതിഫലം എടുക്കുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ട്. മാനവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ ഭൂവസ്ത്രമായും കയർ ഉൽപ്പന്നങ്ങളായും മനോഹാരിത തുളുമ്പുന്ന കരകൗശലങ്ങളായും തെങ്ങിൻ ചകിരി അടിച്ചുടച്ച നാരുകൾ രൂപാന്തരപ്പെടുമ്പോഴുള്ള ചന്തം ഒന്ന് വേറെ തന്നെ. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെങ്ങെങ്കിലും ഇല്ലാത്ത വീടുകളില്ലാന്ന് തന്നെ പറയാം. കാരണം അത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു വിളയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം തെങ്ങെന്ന് പറയുന്നത്. നിരവധി പേർ തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തി വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം തെങ്ങെന്ന് പറയുന്നത് കൽപ്പവൃക്ഷം തന്നെയാണ്. കരിമണ്ണിൽ പുതഞ്ഞ വിത്തുതേങ്ങകൾ മുളപൊട്ടി പൊലിച്ചെഴുന്നു വരുമ്പോൾ ജന്മസാഫല്യം പോലെ ഏതൊരാളുടെ മനവും കുളിർച്ചോടും. തിരയിതളായി വംശശുദ്ധി പേറുന്ന കേരചരിതം തൊഴിലും ജീവിതവുമായി സമാനതകളില്ലാത്ത പൊരുത്തപ്പെടൽ.